അതിൽ ഇപ്പോൾ നമ്മൾ നല്ലൊരു യോഗം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. 51 ആളുകളാണ് നിക്ഷേപത്തിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കൺക്ലൂഷനായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സാധാരണ രണ്ടാം ദിവസം ആകുമ്പോഴേക്കും സമാപനത്തിന് ആൾ കുറവായിരിക്കും. തുടങ്ങാൻ തന്നെ നമ്മൾ കുറച്ച് വൈകും. ഇത് ഉദ്ഘാടനത്തിനുണ്ടായ അത്രയും ആളുകൾ തന്നെ സമാപനത്തിനുണ്ടായി. നല്ല പാനൽ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒന്ന് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. ഇപ്പം ഞങ്ങൾ വ്യവസായം തുടങ്ങുമ്പോൾ ഞാൻ പോലും അറിയണ്ട, ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്താൽ 50 കോടി രൂപ വരെയുള്ളതാണെങ്കിൽ മന്ത്രി അറിയണ്ട, പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയണ്ട, ആരും അറിയണ്ട വ്യവസായം തുടങ്ങാൻ കേരളത്തിൽ. നിങ്ങളിതൊന്നും മനസ്സിലാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. 50 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ നേരെ ഒരു ബ്യൂറോ ഉണ്ട്, അതിനകത്തിന് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഉണ്ട്. ആ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഈ കാര്യം പഞ്ചായത്തിന് അറിയിച്ചിരുന്നു എന്ന് നിങ്ങൾ തന്നെ ചിലർ കൊടുക്കുകയുണ്ടായി. ആ ലെറ്റർ ഹെഡിൻ്റെ മുകളിൽ നോക്കിയാൽ അത് KSIDC ആണെന്ന് കാണാം. KSIDC വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. അവരാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ആ സംവിധാനങ്ങൾ കീഴിലാണ്. നമ്മൾ പരമാവധി ഇവർ ആരുടെയും മുൻപിലെത്താതെ ഓൺലൈനായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഓരോ വ്യവസായം തുടങ്ങുമ്പോൾ അത് ഇന്ന വകുപ്പിൽ പോയി ആ വകുപ്പിൽ പോയി, അത് നമ്മുടെ ഈ പ്രൊസീജിയർ കേരളത്തിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, നിയമത്തിലെ മാറ്റങ്ങൾ, ചട്ടത്തിലെ മാറ്റങ്ങൾ, അത് പ്രത്യേകം നമുക്കൊരു വർക്ക്ഷോപ്പ് തന്നെ സംഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താ? നിങ്ങൾ എന്നോട് ചോദിക്കരുത്, പറഞ്ഞവരോട് ചോദിക്കണം. ഏത് വകുപ്പുമായിട്ടാണ് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ആലോചിക്കേണ്ടിയിരുന്നത്? ഇനി അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ ഫയൽ വന്ന് ആരുമായിട്ട് ആലോചിക്കണം? നിങ്ങളാരൊന്നും പറയാത്ത സാധാരണ നടപടിക്രമം, പുതുതായിട്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ധനവകുപ്പായിട്ട് ആലോചിക്കണം. നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമവകുപ്പുമായിട്ട് ആലോചിക്കണം. മറ്റേതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട പുതിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വകുപ്പുമായിട്ട് ആലോചിക്കണം. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു നയത്തെ അടിസ്ഥാനപ്പെടുത്തിയ തീരുമാനമാണ്. അതിന് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ആരാഞ്ഞാൽ കുറേ കൂടി വ്യക്തത വരും. നമ്മൾ കാണേണ്ടത്, നിങ്ങളിപ്പോൾ കുറച്ച് സമയം ഈ നേരത്തെ ടെൻഡർ ആയിരുന്നല്ലോ, ഇപ്പോൾ ടെൻഡർ പോയി. വ്യവസായം തുടങ്ങാൻ ടെൻഡർ വിളിക്കണം എന്ന് ലോകത്ത് ആദ്യമായി ആവശ്യപ്പെട്ട, എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നൊരു ചോദ്യം മണിക്കൂറുകളോളം നിങ്ങളും കൊണ്ടാടി. നിങ്ങളപ്പോൾ ഇപ്പോൾ പഴയ പോലെ ആയിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഈ യന്ത്രം ഇരിക്കണ്ടല്ലോ, ഒന്ന് സെർച്ച് ചെയ്താൽ ലോകത്ത് ChatGPT ചോദിക്കും, ലോകത്ത് എവിടെയെങ്കിലും ടെൻഡർ വിളിച്ച് വ്യവസായം തുടങ്ങുന്നുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ചെയ്തിട്ട് വേണ്ട നിങ്ങൾ ചോദിക്കാൻ. അത്ര സമയം നിങ്ങൾ കളയരുത് കാഴ്ചക്കാരുടെയും വായനക്കാരുടെയും. പകരം നിങ്ങൾ പറയുക, വിഴിഞ്ഞം കോൺക്ലേവ് വളരെ നല്ല രീതിയിൽ വന്നു. ഇവിടെ വന്ന ആരുടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്തിട്ട് 5 മിനിറ്റ് കൊടുക്കാമായിരുന്നില്ലേ? MSC, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി, സറഫ് ഗ്രൂപ്പ് CEO, ഇവർ കേരളത്തിൽ വന്നിരിക്കുന്നു. അവരെന്തിനു വന്നു? എന്താ നിങ്ങൾ കേരളത്തെക്കുറിച്ച് അഭിപ്രായം? വേണമെങ്കിൽ നെഗറ്റീവായി ചോദിച്ചു. ഇവിടെ ആ കുഴപ്പമാണല്ലോ, എന്തിനാ വന്നതെന്ന് ആദ്യത്തെ ചോദ്യം ചോദിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് സമയം അത്തരം കാര്യങ്ങൾ കൂടി ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഫെബ്രുവരി 21, 22 കുറേ കൂടി നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ സഹായകരമായിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേണ്ടത്ര വന്നില്ല, എന്നാൽ നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേകം നന്ദി. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യമാകുമ്പോൾ, സാധാരണ നമ്മളെല്ലാം പത്രപ്രവർത്തനം നടത്തുമ്പോൾ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ടെൻഡർ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ കോമൺ സെൻസ് വെച്ച്, ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും കമ്പനി ടെൻഡർ വെച്ച് തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ചോദിക്കാതെ? അതെല്ലാം ഇപ്പോൾ ഇനിയിപ്പോൾ ചോദിക്കുക, മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ. അവർ രണ്ടാമത് ചോദിക്കുക, മന്ത്രിസഭയിൽ ഇങ്ങനെ ഫയൽ വരുമ്പോൾ ഏത് വകുപ്പുമായിട്ട് ആലോചിക്കണമെന്നതായിരുന്നു അങ്ങയുടെ അഭിപ്രായം? അങ്ങനെ ചോദ്യം ഞാൻ കേട്ടില്ല, ഞാനത് ലൈവ് കേട്ടു. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഏത് വകുപ്പായിട്ട് ആലോചിക്കണമെന്നതായിരുന്നു. പിന്നെ മന്ത്രിസഭ എന്താ? മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഞാൻ ഈ ചോദ്യത്തിന് പറ, മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വകുപ്പിൻ്റെയും മന്ത്രിമാർ ഇരിക്കുന്ന സഭയാണ്.
അപ്പോൾ എല്ലാ വകുപ്പിൻ്റെ മുമ്പിലേക്ക് എത്തിയ ഫയല്. അപ്പോൾ സാധാരണ നടപടിക്രമം എന്താ? ഈ വകുപ്പിൻ്റെ മന്ത്രി പറയും ഈ പ്രശ്നം ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന്. അപ്പോൾ വകുപ്പ് അറിഞ്ഞില്ല എന്നല്ല, എല്ലാ വകുപ്പും മന്ത്രിമാരും ചേർന്ന് എടുക്കുന്ന തീരുമാനമാണ് മന്ത്രിസഭാ തീരുമാനം. അത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. അത് നിങ്ങൾ എഴുതി വിടുന്നതാണല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് കുറേ കൂടി ഭാവനയാണല്ലോ കൂടുതൽ വരുന്നത്. ഇപ്പം ഇന്നൊരു പത്രത്തിൽ കണ്ടു വ്യവസായ മന്ത്രി ഞാൻ ആ സ്ഥലത്തേ ഇല്ല. ഞാൻ പറഞ്ഞ ഞാനില്ല, സ്ഥലത്തേ ഇല്ല. സ്ഥലത്തില്ലാത്ത യോഗത്തിൽ എൻ്റെ അഭിപ്രായം കേട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭാവനയിൽ നിന്ന് കുതറി മാറി വസ്തുതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കുറെ കൂടി വരണം. വ്യക്തമാക്കിയിരുന്നല്ലോ ഇന്നലെ തന്നെ. കുറെ കൂടി ക്യാബിനറ്റ് നീണ്ടുപോയി. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ വിമാനത്തിന്റെ കുറച്ച് നിയന്ത്രണങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതല്ല, ഇപ്പോൾ ഒരു ചിലർ അത് മാത്രം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ആർക്കും ഒരു പ്രശ്നമായിരുന്നില്ല. ഈ ഡെലിഗേഷൻ തന്നെ നല്ല കോൺഫിഡൻസോടുകൂടി പോവുകയാണ്. ദോഷൈക ദൃക്കുകൾ ക്ഷീരമുള്ളൊരകിടിൻ ചുവടിലും ശരി.